യെസ്. അവിടെ ഓ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ തവണ നാൻറ്റിയാൻ ടെമ്പിളിൽ വന്നേക്കുവാണേ. ആദ്യത്തെ തവണ വന്നത് നമ്മൾ ചൈനീസ് ന്യൂ ഇയർ 2024. ഇത്തവണ 2025 ന്യൂ ഇയറിന് വരാൻ പറ്റിയില്ല. അന്ന് മുതൽ ഞങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇവിടെ ഒന്ന് വരണം. കാരണം ഭയങ്കര രസമാണ്, നല്ലൊരു അമ്പലം, ഭയങ്കര നമുക്കിഷ്ടപ്പെടുന്ന ഒരമ്പലം. അപ്പം ഇന്നങ്ങനെ ഞങ്ങൾക്ക് വരാൻ പറ്റി. അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു, അച്ഛനെ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റണേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ആ ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടു. ഇത്തവണ അമ്പലത്തിൽ വന്നപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ അമ്പലം ഇവിടെ വന്നിട്ട് 30 കൊല്ലമായി. സിഡ്നിയിൽ 30 വർഷമായി. അതാണ് അവിടെ 30 എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. 30 എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതിപ്പം 31st ഇയർ ആയത്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കൊല്ലം നമ്മൾ വന്നപ്പോൾ 30ാം വർഷമായിരുന്നു. യെസ്, അത് അവർ കഴിഞ്ഞ കൊല്ലത്തെ അങ്ങനെ കീപ്പ് ചെയ്തേക്കുക. ആ അതെ അച്ഛാ. അയ്യോ കണ്ടോ, നല്ല അടിപൊളി അമ്പലം. നീറ്റ് ആൻഡ് ക്ലീൻ, വെൽ മെയിൻറ്റെയിൻഡ്, നല്ല അമ്പലം. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ചൈനീസ് ന്യൂ ഇയറിന് അത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. ഇത്തവണ ഞങ്ങൾ വന്നപ്പോൾ വേറൊരു ഫെസ്റ്റിവൽ, അതൊന്നും നമ്മൾ അറിയാണ്ട് വന്നതാണ് കേട്ടോ. ഇത്തവണ നമ്മൾ കണ്ടത് നാൻറ്റിയാൻ ബുദ്ധദേവൻ്റെ ബർത്ത്ഡേ ആണ്. അതെ അച്ഛാ, അതായത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കതിനുള്ളൊരു ഭാഗ്യം കിട്ടി. ബാ, നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നേ. ഇത്തവണ ഉണ്ട് കേട്ടോ. കാർത്തി ഇവിടെ ഉണ്ട്, അടിപൊളി. ബാ, നമുക്ക് അമ്പലത്തിൽ പോവാം, അത് തരാം. അമ്പലത്തിനകത്തെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ അനുവാദമില്ല. നമ്മൾ കയറിയപ്പോൾ തന്നെ അവരിതേ കണ്ട ഒരു പ്ലക്കാർഡ് കാണിക്കുന്നു. ഈവൻ അവർ പറയത്തുകൂടിയില്ല, ജസ്റ്റ് ആ കാർഡൊന്ന് കാണിക്കും. നമ്മുടെ മര്യാദയ്ക്ക് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കുക. സത്യം പറഞ്ഞാൽ അവിടെ കണ്ടത് ബുദ്ധമതക്കാരെക്കാട്ടി കൂടുതൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ബാക്കിയുള്ള മതങ്ങളിലുമുള്ള ആൾക്കാരെയാണ്. പക്ഷെ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ബുദ്ധദേവൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ചടങ്ങാണ് ബുദ്ധദേവൻ്റെ പല വിധത്തിലുള്ള പ്രതിമകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം നമ്മൾ സ്നാനം ചെയ്യുക. നമുക്കിഷ്ടമുള്ള പ്രതിമ സെലക്ട് ചെയ്ത് നമുക്ക് സ്നാനം ചെയ്യാം. അവിടെ ഓരോ പ്രതിമയുടെയും താഴെയും നമുക്കൊരു വർഷം എന്താണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളൊരു കാര്യം എഴുതിയിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങൾ ചെയ്ത പ്രതിമയുടെ താഴെ പീസ് എന്നുള്ള സംഭവം എഴുതിയിരുന്നു. അതുപോലെ വിസ്ഡം, ലവ്, അങ്ങനെ പല പല ജീവിതത്തിൽ ആവശ്യമുള്ള മൂല്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും അറിയാതെ കേട്ടോ നമ്മൾ ചെയ്തത്. ആണോ? അച്ഛാ ഞാൻ ചെയ്തില്ല. എന്താ അച്ഛാ ഞാൻ ചെയ്ത കൊരകരച്ച
കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നേ. അതിലൊന്നാണ് ഒരു ജിക്സോ പസിൽ. അപ്പം ബുദ്ധദേവൻ്റെ പല രീതിയിലുള്ള ഫോട്ടോസ് അവർ നമുക്ക് കാണിച്ചു തരും. അതിനനുസരിച്ച് ഇങ്ങനെ എന്തെന്ന് പറയുന്നത് പസിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കുന്നത് നമ്മൾ യോജിപ്പിച്ച് ആ ഒരു പടമാക്കി മാറ്റണം. അങ്ങനെ കുഞ്ഞുവിന് കിട്ടിയത് നിർവാണ എന്ന് പറഞ്ഞ ഒരു പിക്ചറിൻ്റെ കാര്യമാണ്. അതിൻ്റെ പീസസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് കുറച്ച് സമയമെടുക്കും, എന്നാലും അവളത് നല്ല രീതിയിൽ ചെയ്തു, നല്ല ഭംഗിയായിട്ട് ചെയ്തു. കുറച്ച് ആലോചിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒറ്റ ഒരു പസിൽ കാരണം പല കാര്യങ്ങൾ പഠിക്കും. ബുദ്ധി ഉപയോഗിക്കണം, ക്ഷമ, സമാധാനമായിട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം. ക്ഷമയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിന്. പിന്നെ ഫൈനലി കോൺസെൻട്രേഷൻ. എനിവേ അവളത് അച്ചീവ് ചെയ്തു. ആ ജിക്സോ പസിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ബുദ്ധദേവൻ്റെ കുഞ്ഞിലേ മുതലുള്ള കുറച്ച് കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പോയ ആ വഴികളിൽ കൂടെ പോകുന്ന അതിനെ റെപ്രസെൻ്റ് ചെയ്ത് കുറച്ച് താമരകൾ വെച്ചിട്ട് ഒരു പടം വെച്ചിട്ടുണ്ട്. അതേ കൂടെ പോയി നമ്മൾ യുണീക്കാണ്, പവർഫുള്ളാണ് എന്നുള്ള ഒരു പ്ലെഡ്ജും കൂടെ പറഞ്ഞാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനായിരുന്നു കേട്ടോ, മെഡിറ്റേഷൻ. പിന്നെ അവരുടെ ഒരു ടീയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീ പ്ലസ് മെഡിറ്റേഷൻ സെഷൻ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അത്. ആദ്യം തന്നെ ആ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്ന ആ ഒരു വ്യക്തി കുറച്ച് കപ്പുകൾ നിരത്തി വെച്ചു. അത് നമുക്ക് തരാനുള്ള സ്പെഷ്യൽ ടീ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പുകളാണ്. അതിൻ്റെ ഒരു രീതി തന്നെ വളരെ നല്ല കൗതുകം തോന്നുന്ന രീതിയിലായിരുന്നു. നല്ല ഭയങ്കര കാമായിട്ട് പുള്ളി ചെയ്യുന്ന കാണാൻ തന്നെ രസമായിരുന്നു. This is the tea we're having today, and later on I will pass on to each one, and you will pass first to each one and give it back to me. And so when you're observing the tea, you look at the tea first, and then you can rotate the tea, and then you can smell it. You might find you're less nervous when you're doing it. And you can also try to do this when someone passes you the anger or like the negative. Just take 10 seconds to settle her down. Try to not do any reaction to these people. Try to focus on the peace. Try to not let your anger to rise. And then you will find this thing is not even as angry as you should react. You can see the real, like the form of that pain that is not even gonna like bother you. Yeah? And there are also some wisdom Dharma words I want to share with you. So this tea is called oolong tea, and it's from Taiwan. And so this tea can only grow in between 1,300 meters to 2,500 meters. Between in this area, this tea can only grow in. And that's why this tea is unique in Taiwan and expensive as well. So before that, I will just put it aside and I'll start the tea. Okay.
I always want other people to treat ourselves good. Sometimes we just forgot to treat others good as well. And being tolerant is also very important in any kind of relationship because everyone's having their own criteria. It's not going to be the same for everyone. It's very. Do you want to share what you feel about that? Because this tea is a bit strong, it's not really coming to അച്ഛാ എടുത്തോ. ഈ ടീ നമ്മൾ കുടിക്കുന്നതിന് തൊട്ട് മുന്നേ ആട്ടോ മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ചത്. അത് പക്ഷേ എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കാർഡ് നമുക്ക് തന്നു. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെയുള്ള പഗോഡ എന്ന് പറഞ്ഞ സെയിം ടെമ്പിൾ തന്നെയാണ്. അവർക്ക് 2 ടെമ്പിളാണുള്ളത് നിയർ ബൈ. സോ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയി. പഗോഡ ടെമ്പിളിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ തവണ ഞങ്ങൾ പോയത് ചൈനീസ് ന്യൂ ഇയറിനായിരുന്നു. അപ്പോൾ അവിടെ ഒരു ട്രീ ഉണ്ടായിരുന്നു. ആ ട്രീയിൽ നമുക്ക് എന്തെങ്കിലും വിഷൊക്കെ എഴുതിയിടായിരുന്നു. ഇത്തവണ അതുണ്ടായില്ല. അതെ എവിടെ പോയാലും. ഇതാണ് ഞാൻ പറഞ്ഞ പഗോഡ ടെമ്പിൾ. നല്ല രസമാണ് കേട്ടോ ഇൻറ്റീരിയറൊക്കെ കാണാൻ. കഴിഞ്ഞ ചൈനീസ് ന്യൂ ഇയറിന് ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇത്തവണ അത്രയും തിരക്കുണ്ടായില്ല, എന്നാലും ആവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു. ഇവിടെയും ഇൻറ്റീരിയർ വീഡിയോസ് എടുക്കാൻ അവർ അലൗ ചെയ്യത്തില്ല, അതുകൊണ്ട് അതും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ശരിയാ, ഡൈനോ വാ പോലെയുണ്ട്. വാ മോനെ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് അവിടുത്തെ ക്യാൻറ്റീനിലോട്ടാണ്. കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ ചെന്നു. എല്ലാം വെജിറ്റേറിയൻ ഭക്ഷണമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെ ഈ നാൻറ്റിയാൻ്റെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. സോ ബുദ്ധദേവൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ആ മ്യൂസിയത്തിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി രാവിലെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ നാൻറ്റിയാൻ ടെമ്പിളിലെ തൊഴുത് ഇറങ്ങി ഞങ്ങളൊരു കുഞ്ഞു സാധനം വാങ്ങി വീട്ടിൽ ചെന്നിട്ട് പൊട്ടിച്ച് കാണിക്കാവേ. അടിപൊളി ദിവസമായിരുന്നു, നല്ല രസമായിരുന്നു. രാവിലെ ഞങ്ങൾ ജംപേറോ ആക്ഷൻ പാർക്കിൽ പോയി. നെക്സ്റ്റ് നാൻറ്റിയാൻ ടെമ്പിളിൽ വന്നു. ഇപ്പോഴത്തേ ഞങ്ങൾ തിരിച്ച് 2 ദിവസത്തെ ടൂറിന് ശേഷം വീട്ടിൽ പോകാൻ പോകുന്നു. വാ മക്കളെ, അത് സിംഹമല്ലേ, അറിയത്തില്ല മോനെ. ബാ നമുക്ക് പോവാം. അങ്ങനെ നാൻറ്റിയാൻ ടെമ്പിളിൻ്റെ വീഡിയോ
തീരാറായി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഏതാണ്ട് മേടിക്കാനുള്ള പുറപ്പാട് നോക്കട്ടെ. അതൊരു കള്ളച്ചെടി കഴിച്ചു. നല്ല ഭംഗിയുള്ള ബുദ്ധനെ, നല്ല രസമുള്ള ബുദ്ധദേവൻ.